നമ്മുടെ കണ്ണൂരിലും മലപ്പുറത്തുമൊക്കെ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന പകർച്ചവ്യാധിയാണ് മംസ് അഥവാ മുണ്ടിനീര്. ഇത് സാധാരണയായി സ്കൂളിലും നഴ്സറികളിലും പോകുന്ന കുട്ടികളിലാണ് കണ്ടുവരാറുള്ളത്. പക്ഷേ അപൂർവമായി ഇത് അഡൽട്സിലും കണ്ടുവരുന്നുണ്ട്. മംസ് വൈറസാണ് ഇതിൻ്റെ രോഗകാരി. ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാവുന്ന വീക്കം, പനി, തലവേദന, പേശീവേദന, ഭക്ഷണം സ്വാലോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നമ്മൾ ഏതൊരു അസുഖത്തെക്കുറിച്ച് പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതെ, പ്രതിരോധം തന്നെ. നമുക്ക് ഗവൺമെൻറ് സപ്ലിമെൻ്റ് ആയിട്ട് MR വാക്സിനാണ് ലഭിക്കുന്നത്. കുട്ടികൾക്ക് വാക്സിൻ നൽകുമ്പോൾ MR വാക്സിനു പകരം MMR വാക്സിൻ നിർബന്ധമായി നൽകുക എന്നതാണ് ഏക പരിഹാരം. മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഇത് ഏകദേശം 690 രൂപയ്ക്ക് ലഭ്യമാണ്. ഇതെടുക്കാത്ത കുട്ടികൾക്ക് MMR വാക്സിൻ്റെ ഒരു ഡോസ് സ്വീകരിച്ച് സുരക്ഷിതരാവാം. എൻ്റെ 3 കുഞ്ഞുങ്ങൾക്കും അതത് സമയത്ത് MR വാക്സിൻ മാത്രമായിരുന്നു വെച്ചിരുന്നത്. സോ ഇവർക്ക് കണ്ണൂരിലെ ചാലക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് വാക്സിൻ വെച്ചത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ വാക്സിനേഷൻ കൊടുക്കേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് പനിയോ ബുദ്ധിമുട്ടുകളോ ഈ വാക്സിനേഷൻ കഴിഞ്ഞ് ഉണ്ടാവാറില്ല. ധൈര്യമായി മുന്നോട്ട് വരൂ, നമുക്ക് കുട്ടികളെ സുരക്ഷിതരാക്കാം. പിന്നെ ഈ വ്ളോഗിൽ വാക്സിനേഷൻ ജേണി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. വാക്സിൻ എടുക്കാൻ നമ്മൾ ആദ്യം പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യണം. വൈറ്റൽസൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിലേ അവർ വാക്സിൻ പ്രിസ്ക്രൈബ് ചെയ്യുകയുള്ളൂ. കൂട്ടത്തിൽ വെയിറ്റ് നോക്കൽ അപാരതയാണ് നിങ്ങൾ കണ്ടത്. മൊത്തത്തിൽ ഇവർ 3 പേരും കുറച്ചധികം ആക്റ്റീവായിരുന്നു. മംസ് വാക്സിനേഷൻ കൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ, ന്യൂമോകോക്കൽ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ് എന്നിവയ്ക്ക് കൂടി ഡോക്ടർ വാക്സിൻ പ്രിസ്ക്രൈബ് ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഒന്നിൽ നിർത്താം. 2 പേരെയും വെയിങ് മെഷീൻ്റെ മുകളിൽ നിന്ന് ഇറക്കാൻ കുറച്ച് പാടുപെട്ടു. ചേച്ചിക്കുട്ടിക്ക് കുറച്ചധികം ടെൻഷനുണ്ട്. പിന്നെ ഓരോരുത്തരെ ഞാൻ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകുമ്പോൾ പാപ്പയും പപ്പയുമാണ് ബാക്കി 2 പേരെയും മാനേജ് ചെയ്യുന്നത്. ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ കുട്ടികളുടെ വാക്സിനേഷൻ ഒന്നും പകർത്താൻ സാധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്ക് ഇളയ കുട്ടികൾ 2 പേരും ഉറങ്ങിപ്പോയി. കൂട്ടുകാരെ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.